ഇത് DGPയുടെ ഒരു ശുപാർശ, അത് സർക്കാരിന്റെ കൂടി ഒരു തീരുമാനമാണോ, അതോ DGP ഈ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയെടുത്ത, അതായത് പി വിജയന്റെ പരാതിയടക്കം വിലയിരുത്തിയെടുത്തിയ ഒരു നീക്കമാണോ? പ്രത്യേകിച്ചും റിനു സൂചിപ്പിച്ചതുപോലെ ഈ പട്ടികയിൽ നിൽക്കുകയാണ്, DGP ആകാൻ പട്ടികയിൽ നിൽക്കുകയാണ് MR അജിത് കുമാർ എന്നതുകൂടി നോക്കുമ്പോൾ. തീർച്ചയായും സുജയ്, അതായത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ കൂടി, ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ഒരു തീരുമാനം അറിയണം. അതുകൊണ്ട് തന്നെയാണ് DGP ഇപ്പോൾ സർക്കാരിലേക്ക് ഈ ഒരു ശുപാർശ നൽകിയിരിക്കുന്നത്. ഇനി സർക്കാരിൻ്റെ തീരുമാനമാണ് ഇനി പുറത്തേക്ക് വരേണ്ടുന്നത്. എന്തായാലും പി വിജയൻ്റെ കൂടി ഒരു പരാതിയുണ്ട്. തനിക്കെതിരെ ഇത്തരമൊരു വ്യാജ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ MR അജിത് കുമാറിനെതിരെ സർക്കാർ നടപടി എടുക്കണമെന്നായിരുന്നു DGPക്ക് തന്നെ നൽകിയ ആ കത്തിൽ പറയുന്നത്. ആ കത്തും സർക്കാരിലേക്ക് DGP കൈമാറിയിരുന്നു. പക്ഷേ മാസങ്ങളായിട്ടും അതിലൊരു തീരുമാനമുണ്ടായില്ല. തുടർന്നാണ് പി വിജയൻ കോടതിയെ സമീപിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അത്തരമൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ DGP ഒരു ശുപാർശ നൽകുന്നത് സർക്കാരിലേക്ക്. കൃത്യമായിട്ടുള്ള നടപടി വേണം. ഇത് പി വിജയനെതിരെ വ്യാജമായിട്ട് ഉന്നയിച്ച ആരോപണമാണ്. സസ്പെൻഷനിലായ അല്ലെങ്കിൽ ഒരു MLAക്ക് എതിരായി ഫോണിൽ പോലും MLAയോട് കാലുപിടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു തെളിവുമില്ലാതെ ഈ ഒരു ആരോപണം മൊഴിയായി നൽകിയത് എന്ത് എന്ന അടിസ്ഥാനം കൂടി, ആ ഒരു കാരണം എന്താണ് എന്നതുകൂടി വ്യക്തത തേടുന്നുണ്ട് DGPയുടെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പി വിജയനെതിരെ. പി വിജയൻ കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് നടത്തുന്നവരുമായി ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം. ആ ആരോപണത്തിൽ കഴമ്പില്ല. ഒരു തെളിവുമില്ലാതെയാണ് ഇത്തരം ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു മൊഴി ആയി തന്നെ നൽകിയത് എന്നുള്ളതാണ്. അതിനെതിരെയാണ് ഇപ്പോൾ DGP രംഗത്തെത്തിയിരിക്കുന്നത്, സർക്കാരിലേക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. എന്തായാലും ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും കുരുക്കുമുറുകുന്നു. നിലവിൽ വിവിധ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. വിജിലൻസിന്റെ അടക്കം അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. തൃശൂർ പൂര വിവാദം, ഒപ്പം BJP നേതാവിനെ കണ്ട വിവാദം അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും DGP പട്ടികയിലേക്ക് ഇടം പിടിച്ചിരുന്നു MR അജിത് കുമാർ. 6-ാമനായി ഈ ജൂണിൽ പുതിയ DGP സ്ഥാനമേൽക്കേണ്ടതാണ്. അതിന് മുന്നോടിയായി തന്നെ ഈ MR അജിത് കുമാറിന് എതിരായിട്ടുള്ള കേസുകളെല്ലാം തീർപ്പാക്കിക്കൊണ്ട് ഈ DGP പദവിയിലേക്ക് MR അജിത് കുമാർ എത്തുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. എന്തായാലും ഇപ്പോൾ വീണ്ടും ഒരു കുരുക്ക് കൂടി MR അജിത് കുമാറിനെതിരെ വന്നിരിക്കുന്നു. സർക്കാർ ഇനി നടപടി എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. സുജയ. ഓക്കെ റിനു, നമുക്ക് റോഷിയിലേക്കൊന്ന് പോകാം. റോഷി, നമുക്ക് ഇപ്പോൾ നിയമവൃത്തങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? MR അജിത് കുമാറിന് ഈ മൊഴിക്കാര്യത്തിൽ പണി കിട്ടാനാണോ സാധ്യത? സുജയ, വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പോലീസ് മേധാവി ഇങ്ങനെ ഒരു അനുമതി ADGP MR അജിത് കുമാറിനെതിരെ സിവിലായാലും ക്രിമിനലായുള്ള നടപടികളിലേക്ക് നീങ്ങാമെന്ന ഒരു അനുമതി നൽകുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് നിർണായകമായിരിക്കും. കാരണം നേരത്തെ തന്നെ MR അജിത് കുമാറിനെതിരെ ഉയർന്ന അനധികൃത സ്വത്ത് സമ്പാദന ഉൾപ്പെടെയുള്ളത് വിജിലൻസ് പരിശോധിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ MR അജിത് കുമാറിന് വീണ്ടും സർക്കാർ സംരക്ഷണം നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായും ഒരു ചർച്ചയാകുക ഒന്ന് DGPയെ തിരഞ്ഞെടുക്കുന്ന ഈ സമയത്ത് ആ പട്ടിക കേന്ദ്രത്തിലേക്ക് അയക്കുമ്പോൾ, UPSCക്ക് അയക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ഒരു നീക്കം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക. കാരണം MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകുന്നതിന് അനുകൂല നിലപാടാണ് സർക്കാർ എടുത്തത്. ഈ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ തന്നെയാണ് അന്ന് സർക്കാർ മന്ത്രിസഭ തന്നെ സ്ഥാനക്കയറ്റത്തിന് അനുകൂലമായ ഒരു നിലപാടെടുത്തത്. കാരണം വിജിലൻസ് കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാന മന്ത്രിസഭ എടുക്കുകയും ചെയ്തത്. അങ്ങനെ അന്വേഷണം പുരോഗമിക്കട്ടെ, കേസെടുക്കാത്ത സാഹചര്യത്തിൽ അത് മുന്നോട്ടേക്കുള്ള പോക്കിന് അത് DGP പദവിയിലേക്ക് പോകുന്നതിന് തടസ്സമില്ല, നിയമപ്രകാരം തടസ്സമില്ലെന്ന് നിയമപരിശോധനയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അങ്ങനെ മന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തു. ഏതായാലും അങ്ങനെ ADGP MR അജിത് കുമാറിന് ഈ ആരോപണമുയർന്ന ഘട്ടങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ കൃത്യമായ സംരക്ഷണം ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ആ സംരക്ഷണം തുടരും എന്ന് തന്നെയാണ് സൂചന. ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് നിർണായകമാണ്. ഇനിയല്ല സംരക്ഷണം ഒരുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും വലിയ കുരുക്കിലേക്ക് MR അജിത് കുമാർ പോകുമെന്ന കാര്യത്തിലും സംശയമില്ല. നേരത്തെ പല തരത്തിലാണ് ഈ ആരോപണങ്ങൾ ഉയർന്നത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ ഉയർത്തിയതാണ്. അത് BJPക്ക് വേണ്ടിയാണ് അങ്ങനെ തൃശൂർ പൂരം കലക്കിയത്, അതിന് നേതൃത്വം നൽകിയത് MR അജിത് കുമാർ ആണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത്. പക്ഷേ അത് സംബന്ധിച്ച റിപ്പോർട്ടുകളിലൊന്നും അങ്ങനെ ഒരു പരാമർശം ഉണ്ടായില്ല. CPI പോലും MR അജിത് കുമാറിനെ